മിസ്റ്റേക്ക് നമ്പർ 1, നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ടേം ഇൻഷുറൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇൻഷുറൻസ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഏറ്റവും ചെറിയ പ്രീമിയം മേടിച്ചുകൊണ്ട് ഏറ്റവും വലിയ കവർ തരുന്ന ഒരേ ഒരു ഇൻഷുറൻസ് ആണിത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡിവിജ്വൽ ഏജ് 25 ഇൻ കേസ് ഓഫ് ഡെത്ത് 1 കോടി രൂപ കവറേജ് വേണമെങ്കിൽ പ്രതിമാസം 900 രൂപ അടിച്ചാൽ മതി. ജസ്റ്റ് 900 റുപ്പീസ് കൊടുത്താൽ നമ്മുടെ കാലശേഷം നമ്മുടെ കുടുംബത്തിന് 1 കോടി ഇൻഷുറൻസ് കിട്ടും എന്നുള്ള സംതൃപ്തി നമുക്ക് ലഭിക്കുന്നു. എന്നിട്ടും ഒട്ടുമിക്ക ആളുകൾ ടേം ഇൻഷുറൻസ് എടുക്കുന്നില്ല. കാരണം ടേം ഇൻഷുറൻസ് വെഹിക്കിൾ ഇൻഷുറൻസ് ഇല്ലേ, അതുപോലെയാണ്. വെഹിക്കിൾ ഇൻഷുറൻസിൽ ക്ലെയിം കിട്ടുന്നത് എപ്പോഴാണ്? വണ്ടിയുടെ ആക്സിഡൻ്റ് ആയാൽ അപ്പോൾ മാത്രമേ ഇൻഷുറൻസ് ക്ലെയിം ആകുന്നുള്ളൂ. ഇനി അഥവാ ആക്സിഡൻ്റ് ആയില്ലെങ്കിലോ ആ കൊല്ലത്തെ ഇൻഷുറൻസ് വേസ്റ്റായി. നിങ്ങൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ടേം ഇൻഷുറൻസ് വേസ്റ്റായി പോയില്ലേ? നിങ്ങൾ ഒരിക്കലും പറയില്ലല്ലോ, ചേട്ടാ 5 കൊല്ലമായി പ്രീമിയം അടിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുകയാണ്. അങ്ങനെ കംപ്ലയിൻറ്റ് സാധാരണ ആരും പറയാറില്ല. നിങ്ങളുടെ ഇതേ മെൻറ്റാലിറ്റിയുടെ മിസ്യൂസ് ആണ് ഒരു ഏജൻറ്റ് ചെയ്യുന്നത്. അവർ പറയും നിങ്ങൾ പ്രീമിയം അടിച്ചുകൊണ്ട് പൈസ വെറുതെ വേസ്റ്റ് ആക്കുവാണ്. അവർ നിങ്ങൾക്ക് വേറൊരു സ്കീം തരും. ഈ സ്കീമിൽ നിങ്ങൾ മരിച്ചാൽ ഈ പറയുന്ന തുക വരും. പക്ഷേ മരിച്ചില്ലെങ്കിലോ ഇൻവെസ്റ്റ് ചെയ്ത തുക തിരിച്ചും വരും. ഈ സ്കീമിൻ്റെ പ്രീമിയം വളരെ കൂടുതലായിരിക്കും. ഡെത്ത് ക്ലെയിം എമൗണ്ട് വളരെ കുറച്ചുമായിരിക്കും. പക്ഷേ ഇട്ട കാശ് തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ കാരണം നിങ്ങൾ ആ സ്കീം എടുക്കും. നിങ്ങൾ ലോകത്ത് എവിടേക്ക് എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും ടേം ഇൻഷുറൻസ് ശേഷമേ ഉള്ളൂ വേറെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റും. സെബി ലൈസൻസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആയ ഞങ്ങൾ പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടക്കം എന്ന് പറയുന്നത് തന്നെ ടേം ഇൻഷുറൻസ് എടുക്കാനാണ്. LIC വിടൂ, മ്യൂച്വൽ ഫണ്ട് വിടൂ, ഗോൾഡ് വിടൂ, എല്ലാം വിടൂ. ഏറ്റവും ആദ്യം ടേം ഇൻഷുറൻസ്, അതിനുശേഷമേ ഉള്ളൂ വേറെ